മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനൊടുവിൽ പ്രസംഗം പൂർത്തിയാക്കാതെ വി ഡി സതീശൻ നിൽക്കേണ്ട ഒരു അവസ്ഥ. എ പി അനിൽകുമാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഒറ്റയാൾ പോരാട്ടം, ഒരു ഒറ്റ പാർട്ടിയായി വി ഡി സതീശൻ മാറുന്നു എന്നുള്ളത് കാലാകാലങ്ങളായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുള്ള പരാതിയാണ്. അത് മറനീക്കി പുറത്തേക്ക് വരികയാണ്. ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ പരസ്പരം വിമർശനം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു വാക്കേറ്റം എ പി അനിൽകുമാറും വി ഡി സതീശനും തമ്മിൽ ഉണ്ടാകുന്നു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഞാൻ 60 മണ്ഡലങ്ങളിൽ ആളുകളെ നിർത്തിയിട്ടുണ്ട്, അവരവിടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വി ഡി സതീശൻ പറയുന്നു. തനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ അവകാശമില്ലേ എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു. ഇതാരോട് ചോദിച്ചിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ എത്തിയത് എന്ന് എ പി അനിൽകുമാർ ചോദിക്കുന്നു. അത്തരത്തിൽ പരസ്പരം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഒരു പരസ്യ വാക്കേറ്റത്തിലേക്ക് KPCC രാഷ്ട്രീയകാര്യ സമിതി പോകുമ്പോൾ നേതാക്കൾ തമ്മിൽ ഒരു ഐക്യം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഈ ഐക്യമില്ലായ്മയാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും കുറെ കാലമായിട്ട് നമ്മൾ കേട്ടുവരുന്നതാണ് വി ഡി സതീശൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പലപ്പോഴും അതിന്റെ പേരിൽ KPCC പ്രസിഡന്റുമായിട്ട് അദ്ദേഹം പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പൊതുവെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ ചുമതല. അതിന് പകരമായിട്ട് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുകയും അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയും അതൊക്കെ തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു ഗർവോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു വി ഡി സതീശൻ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരിൽ പലർക്കുമുള്ള പരാതി. കാരണം ഇപ്പൊ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നതാണ് കോൺഗ്രസിലെ ഒരു സംവിധാനം. ആ സംവിധാനത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് തനിച്ച് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ നയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണോ അതല്ല KPCC എന്ന് പറയുന്ന സംവിധാനമാണോ അതിൽ KPCC പ്രസിഡന്റാണോ എന്നുള്ളൊക്കെ ചോദ്യമുണ്ട്. അത് കുറെ കാലമായിട്ട് കാരണം ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് പാർട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശനെയും സുധാകരനെയൊക്കെ നിയോഗിച്ചത്. പക്ഷെ അതിന് പകരമായിട്ട് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ നേതാക്കന്മാർക്കും അതീതനായിട്ട് വി ഡി സതീശൻ മാറുന്നു എന്നുള്ള ഒരു പരാതി. അപ്പൊ നമ്മൾ ഈ പുറമേയുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പല നേതാക്കന്മാരും പറയാറുള്ള കാര്യം ഇതാണ്. വി ഡി സതീശൻ തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ എന്റെ സ്വഭാവം മാറ്റേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റി കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ എ പി അനിൽകുമാറും വി ഡി സതീശൻ തമ്മിലുള്ള ഈ തർക്കം സൂചിപ്പിക്കുന്നത്. കാരണം ഈ സ്വയം തീരുമാനിക്കാൻ ഇന്ന മണ്ഡലങ്ങളിൽ ഇന്ന ആളുകൾ അവരെ നിയോഗിക്കാൻ ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരാൾ മാത്രം തീരുമാനിക്കുക, ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, ഒറ്റയാൾ മാത്രമായിട്ട് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് മുമ്പ് നമ്മൾ കേൾവിയില്ലാത്തതാണ്. അവിടെ ഗ്രൂപ്പിന്റെ നേതാക്കന്മാർ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കരുണാകരന്റെ കാലത്ത് കാലത്ത് അവരുടെ ഒരു പ്രഭാവം ഉണ്ടായിരുന്ന കാലത്തൊക്കെ അവിടെ 2 നേതാക്കന്മാരും ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഇതേ കാര്യം തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉണ്ട്. കാരണം അവര് ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു പക്ഷേ എന്നല്ല പലപ്പോഴും ആ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ടാവും. അവിടെയും തനിച്ചല്ല ഉള്ള തീരുമാനം. ഇവിടെ ഗ്രൂപ്പിന്റെ തീരുമാനമായിട്ടല്ല വ്യക്തിയുടെ തീരുമാനമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തർക്കത്തിലെ പ്രധാന പ്രശ്നങ്ങൾ. കോൺഗ്രസിനകത്ത് അനൈക്യം, ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറയുമ്പോൾ പോലും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് പോകുന്നില്ല കോൺഗ്രസ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ശരി, വളരെ നന്ദി ശ്രീ എ സജീവൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്.